ശംഖു നേരത്തെ അങ്ങ് പറഞ്ഞു 2021 മുതലുള്ള അന്വേഷണം ഏതാണ് ആദായനികുതി വകുപ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഇവിടെ കമ്പനി നിയമപ്രകാരം കമ്പനി നിയമത്തിന്റെ 210 അനുസരിച്ച് അന്വേഷിക്കുന്നത് ഡോർമൻസി സ്റ്റാറ്റസിന് അപ്ലൈ ചെയ്തത് ശരിയായ നിലയ്ക്കാണോ, അതിനകത്ത് വന്ന വീഴ്ചകൾ, രേഖകളുടെ അപര്യാപ്തത, അതുപോലെ തന്നെ ഓഡിറ്ററുടെ സൈൻ ഇല്ലാതെ ഒരു ആനുവൽ റിപ്പോർട്ട് കൊടുത്തത്, പിന്നെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കമ്പനി നിയമം ഈ എക്സാലോജിക് എന്ന കമ്പനി ലംഘിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ലല്ലോ, ഇതേ ROC തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം CMRL എന്ന കമ്പനി വലിയ എക്സ്റ്റെൻഡിൽ ഇവരുടെ ഡ്യൂബിയസ് ട്രാൻസാക്ഷൻ വലിയ എക്സ്റ്റെൻഡിലാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേക്കുറിച്ച് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ച് ED എന്തുകൊണ്ട് ആക്ട് ചെയ്തില്ല? IT ഡിപ്പാർട്ട്മെന്റിന് 2019 മുതൽ വലിയ തോതിൽ ഈ കമ്പനി പണം പമ്പ് ചെയ്തതിന്റെ രേഖകൾ ഉണ്ട് എന്നിരിക്കെ, PC ആക്ട് അനുസരിച്ച് CBI പോലുള്ള അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷിക്കാമെന്നിരിക്കെ ഈ കമ്പനീസ് ആക്ടിന്റെ 210 ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇത് പണ്ട് മുതലേ അന്വേഷിക്കുകയാണെന്ന് പറയുന്നതിൽ എന്താ കഥ? നമുക്ക് അങ്ങ് സെക്ഷൻ അങ്ങ് ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ സെക്ഷൻ 212 പ്രകാരം SFIയോടെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഏജൻസികളുടെ അന്വേഷണവും സ്റ്റാൻഡ് സ്റ്റിൽ ആവും. EDയുടെ ആവട്ടെ, CBIയുടെ ആവട്ടെ, വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ബാക്കി എല്ലാ അന്വേഷണങ്ങളും, കോടതികൾക്ക് മുന്നിലുള്ള എല്ലാ വ്യവഹാരങ്ങളും സ്റ്റാൻഡ് സ്റ്റിൽ ആവും. കാരണം ഇത് ഞാൻ പറഞ്ഞൊരു സ്പെഷ്യലൈസ്ഡ് ആണ്. ശരി, ഞാൻ അങ്ങ് പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അങ്ങ് ഇവിടെ വിവരങ്ങൾ പറയുമ്പോൾ CMRL കമ്പനി എല്ലാവർക്കും പണം കൊടുത്തിട്ടുണ്ട്, അവരുടെ ബുക്കില് എല്ലാ നേതാക്കന്മാരുടെയും പേരുണ്ടെന്ന് പറയുന്ന കൂട്ടത്തിൽ അങ്ങ് കയ്യിൽ നിന്നൊരു വാചകം കൂടി ഇട്ടു, ഇതിൽ പറയാത്ത പല പേരുകളും ഉണ്ട്, എല്ലാ പാർട്ടികളുടെ നേതാക്കന്മാരും ഉണ്ട്, എല്ലാ സംഘടനകളും ഉണ്ട്. അങ്ങനെ എല്ലാരെയും അതിലേക്ക് വലിച്ചെടുപ്പിക്കേണ്ട ആവശ്യം അങ്ങേക്ക് ഉണ്ടായിരുന്നില്ല. അതിലുണ്ടായിരുന്ന പേരുകൾ എന്താ നമ്മളെല്ലാരും കണ്ടതാണ്. അതില് ആദായ നികുതി ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലുള്ള അതുമായി ബന്ധപ്പെട്ട രേഖകളിലുള്ള പേരുകളല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത്രയും പേരേ ഉള്ളൂ എന്ന് ശംഖുവിന് ഉറപ്പുണ്ടോ? ആദായ നികുതി വകുപ്പ് IT ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡിൽ അത്രയും പേരെ കിട്ടിയിട്ടുള്ളൂ എന്ന് ഉറപ്പുണ്ടോ? അങ്ങനെ അല്ലെന്നാണ് അങ്ങ് നിൽക്കും. അങ്ങയുടെ വിശ്വാസമാണ് അങ്ങ് പറയുന്നത്. അങ്ങ് പരിശോധിച്ച വസ്തുതയല്ല ഇപ്പോഴും അങ്ങ് പറയുന്നത്. നിങ്ങളുടെ മുൻവിധി എന്നാണ്. മുൻവിധി അല്ല, ഞാൻ വെറുതെ പറയില്ലല്ലോ. IT ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ഈ പറഞ്ഞ 5 പേരുകളെ ഉള്ളൂ എന്ന് അങ്ങേക്ക് ഉറപ്പാണ്. എനിക്ക് പൊതുമണ്ഡലത്തിന് മുന്നിൽ വന്നിട്ടുള്ള ആ രേഖകൾ മുഴുവൻ ഞാൻ പരിശോധിച്ചാണ്. ഒറ്റ കാര്യം ഞാൻ ഖണ്ഡിതമായിട്ട് പറയാം, ഒരു BJP-കാരുടെയും RSSകാരുടെയും പേര് അതിലില്ല. CMRL നിന്ന് പണം മേടിച്ചിട്ടുള്ള ആളുകളുടെ പേരുകൾ OC ആയിക്കോട്ടെ, RC ആയിക്കോട്ടെ, IK ആയിക്കോട്ടെ, PK ആയിക്കോട്ടെ, PV ആയിക്കോട്ടെ, വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, AG ആയിക്കോട്ടെ, ഈ പറയുന്ന പേരുകളൊക്കെ ഉണ്ട്. പക്ഷെ BJP-യുടെ RSSകാരുടെ ഒരു പേര് പോലും അതിലില്ല. ആ കാര്യം എനിക്ക് ഉത്തരവാദിത്തത്തോടുകൂടി പറയാൻ സാധിക്കുമല്ലോ. അത് നിങ്ങൾക്ക് അതിലുള്ള വിഷമം കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഇത്രയും പേര് നമുക്ക് പുറത്തു വന്നിട്ടുള്ളൂ, പക്ഷെ പുറത്തു വരാത്ത കുറെ പേരുകളുണ്ട്. അതിലൊരു പക്ഷേ ഇവിടെ ആദായ നികുതി വകുപ്പിനെ ഉദ്ധരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന വാർത്താലേഖകർ തന്നെ ഇതല്ല, ഇതിനപ്പുറമുള്ള പേരുകളുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ശരി, എന്തായാലും ആദായ നികുതി ഇന്റർനെറ്റ് ബോർഡിന്റെ പുറത്തു വന്നപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, പൊതുമണ്ഡലത്തിലുള്ള രേഖയിൽ ഈ പേരുകളെ ഉള്ളൂ, പൊതുമണ്ഡലത്തിലുള്ള പേരുകൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള പേരുകളായിട്ടുള്ളൂ എന്നുള്ളതാണ് എന്റെ സംശയം. അല്ല, ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഇപ്പൊ നിങ്ങൾ ഈ നടത്തിയിട്ടുള്ള ചർച്ചയിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണ്? അതായത് മാറി മാറി വന്ന ഇടത് സർക്കാരുകളും വലത് സർക്കാരുകളും CMRL സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഖനനത്തിനുള്ള അനുമതി കൊടുത്തത് 2001 മുതൽ 2006 വരെ ഉണ്ടായിരുന്ന UDF സർക്കാരാണ്. 2008-2009 കാലത്ത് ഈ കരിമണൽ കർത്ത അല്ലെങ്കിൽ ശശിധരൻ കർത്ത എന്ന് പറയുന്ന ആളെ പത്മശ്രീക്ക് ശുപാർശ ചെയ്ത ആരാണ്? അന്നത്തെ ഇടതുപക്ഷ സർക്കാരാണ്. അന്ന് എളമരം കരീമായിരുന്നു വ്യവസായ മന്ത്രി. ആ സമയത്താണ് ഈ പറയുന്നത് ഈ ശശിധരൻ കർത്തായുടെ മകന് സെനറ്റിലേക്ക് നോമിനേഷൻ കിട്ടിയപ്പോഴോ, സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴോ VS അച്യുതാനന്ദൻ തന്നെ അഭിനന്ദിക്കാൻ, ഇപ്പൊ സെനറ്റിലേക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ സെനറ്റിൽ അംഗത്വം കിട്ടുക എന്ന് പറഞ്ഞാൽ അഖില ലോക കാര്യമൊന്നുമില്ല, ഒരു മുഖ്യമന്ത്രി ഒന്ന് അഭിനന്ദിക്കേണ്ട കാര്യമല്ല നമുക്കറിയാം. അതാ കാര്യം നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഇക്കോസിസ്റ്റം അങ്ങനെയാണ്.